മൂൺ ഗൈഡൻസസ് ഫോർ യു. നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ന്യൂ മൂൺ ഇൻ ക്യാൻസർ. വാവ്, ന്യൂ മൂൺ ഇൻ ക്യാൻസർ ഇസ് ആക്ച്വലി എ ന്യൂ ബിഗിനിങ്. നമുക്കൊരു ഫുൾ കാർഡിൻ്റെ ഒക്കെ ഒരു എനർജി പറയാം. എസ്പെഷ്യലി ഇൻ യുവർ പ്രൈവറ്റ് ലൈഫ്, ഇൻ യുവർ റിലേഷൻഷിപ്പ്. അത് ഫാമിലിയിലെ ഒരു മെമ്പറാണ് ആയിരിക്കാം, അതല്ലെങ്കിൽ ദ പേഴ്സൺ യു വോണ്ട് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് വിത്ത്. നമ്മൾ ഒരുപാട് കാലമായിട്ടൊക്കെ നിഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള, മേ ബി നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ നിഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്ഡ് വൺസിനെയൊക്കെ നിങ്ങൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, അവരുമായിട്ടൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ആ ബോണ്ടിങ് സ്ട്രെങ്തൻ ചെയ്യാനും പറ്റുന്നൊരു സമയമാണ്. ഈവൻ നിങ്ങളെ തന്നെ നിഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പാമ്പർ ചെയ്യാനും, നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് നർച്ചർ ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനും കൂടെ പറ്റുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു സമയമാണ്. സോ നിങ്ങൾ ഈ കുറച്ച് പോയിൻറ്റ്സാണ് ഈ ഒരു സമയം ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് ക്ലോസർ ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഗിവ് സം ടൈം ആൻഡ് സ്പേസ്. ഒരു ന്യൂ സൈക്കിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് റിഗാർഡിങ് യുവർ ചൈൽഡ്, അല്ലെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ. അതുപോലെ നിങ്ങളുടെ ഗോൾസ് റിവ്യൂ ചെയ്യാനായിട്ടും ഒക്കെ പറ്റുന്ന ഒരു ക്ലാരിറ്റി കൂടുതൽ കൊണ്ടുവരാനും പറ്റുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ ഒക്കെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും. അതുപോലെ വാട്ടർ മെഡിറ്റേഷൻ ചെയ്യുന്നത്, സോൾട്ട് വാട്ടർ ബാത്ത് ചെയ്യുന്നത്, ബീച്ചസിൽ പോകുന്നത്, അല്ലെങ്കിൽ വാട്ടർ സോഴ്സസിൻ്റെ അടുത്ത് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാംനെസ് തരും. ഫാമിലി മാറ്റേഴ്സിലാണ് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത്.